ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തൈപ്പൂയത്തിൻ്റെ അന്ന് രാത്രി നമ്മൾ കൊടുമ്പ് തേര് കാണാൻ പോവുകയാണ് കേട്ടോ. അവിടെ തന്നെ ഒരു വലിയൊരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് തേര് വലിക്കലാണ്. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും പൊന്നൂട്ടി ശ്രീകുട്ടിയും പിന്നെ ഏട്ടൻ്റെ 2 പിള്ളേരും ഉണ്ട്, പിന്നെ ഒരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോണേ. അങ്ങനെ ഇത് അമ്പലത്തിനായിട്ട് കുറേ മുന്നേയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ ഒരു സൈഡാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ 2 സൈഡിലും നല്ല കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പള്ളിപ്പെരുന്നാൾ, മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനെ പോകുന്ന പോലെയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. റോഡ് സൈഡ് 2 സൈഡും കച്ചവടക്കാരും ലൈറ്റും അങ്ങനെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം അമ്പലം എത്തിയിട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അമ്പലം. മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, വലിയൊരു അമ്പലമാണ്. അപ്പോൾ ഇങ്ങനത്തെ അമ്പലം നമ്മുടെ അവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ഒരു അമ്പലം. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെയാണ് ഞാൻ കുറേ ഇങ്ങനത്തെ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് കേട്ടോ. ആ അമ്പലത്തിൽ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. ശരിക്കും നാളെയാണ് തേര് വലിച്ചു കൊണ്ടുപോയി. ഇതാണ് കേട്ടോ തേര്. അപ്പോൾ ഇത് നാളെയാണ് ശരിക്കും വലിച്ചുകൊണ്ട് പോയി. ഇന്ന് കുറച്ച് വലിച്ചിട്ട് അവിടെ പാറ്റി വയ്ക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടേക്കുന്നത്. അപ്പോൾ ഇതാ തേര് വലിക്കുക, ആനയാണ് കേട്ടോ. തേര് കുറച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ നല്ല ശക്തിയൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ ഒരുപാട് പേരൊക്കെ കൂടിയിട്ടാണ് ഇത് വലിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പിന്നെ ഇത് വേറൊരു തേരാണ്. ഇതാണ് ആനയെ കൊണ്ട് വലിപ്പിക്കാനുള്ള തേര്. അപ്പോൾ ചങ്ങനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഇതാ നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലേക്ക് കയറി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറാനായിട്ട് പ്രത്യേകം വരികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ടൈമില്ലാത്ത കാരണം ഞങ്ങൾ വരിയിലൊന്നും നിന്നില്ല, പുറത്തുനിന്ന് തൊഴുതു കേട്ടോ. പുറത്തു നിന്നിട്ടല്ല, വരിയിൽ നിന്നില്ല, അവിടെ നിന്നിട്ട് തന്നെ തൊഴുതു. ഇപ്പോൾ ഈ ഒരു അമ്പലത്തേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കോയമ്പത്തൂരൊക്കെയാണ് ഓർമ്മ വന്നത് എനിക്ക്. കോയമ്പത്തൂർ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ അമ്പലത്തിലൊക്കെ പോയി തൊഴുക. അപ്പോൾ ഈ ഒരു അമ്പലത്തേക്ക് വന്നപ്പോഴേക്കും അങ്ങനത്തെ ഒരു ഫീലൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ പ്രത്യേകിച്ച് മുരുകൻ്റെ അമ്പലം. അങ്ങനെ പിന്നെ നമ്മളവിടെ നടന്ന് തൊഴുകയാണ്, പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ആദിശ് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും നടന്നിട്ട് പ്രദക്ഷിണം വെക്കുമ്പോൾ അതാ വലിയൊരു കണ്ണാടി കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് വീണ്ടും അമ്പലം പ്രദക്ഷിണം വെക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ആദിശ്, അവനായിരുന്നു കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്ത് തന്നത് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രാക്ടറൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ നമ്മൾ അവിടെയൊക്കെ നടന്ന് തൊഴുത് പുറത്തേക്ക് പോയിട്ടോ. കൂടുതലുള്ള ആൾക്കാർക്ക് തീരെ ക്ഷമയില്ല അമ്പലത്തിൽ നിൽക്കാനായിട്ട്. അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു, അവിടെയും കൂടി കയറി തൊഴുതുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. അവിടെ വന്നിട്ട് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അത് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു കപ്പലാണ്ടി, വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പലാണ്ടിയാണ്. പിന്നെ അത് മസാല ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് തരികയാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ കഴിച്ച കാളട്ടോ. പാലക്കാടത്ത് ഒരു ഫേവറേറ്റുള്ള സാധനമാണ്. പാലക്കാട് മാത്രമല്ല, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഏരിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഹിന്ദിക്കാരാണത് കൂടുതലും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താണ്ടുണ്ണേ കാള ഉണ്ടാക്കി താടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാളം കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് കാളം പക്ഷേ നമ്മുടെ അവിടെ കഴിച്ചിട്ടില്ല. പാനിപ്പൂരി കഴിച്ചിട്ടുണ്ട്, ബേപ്പൂരി കഴിച്ചിട്ടുണ്ട്, മസാല പൂരി അങ്ങനെയുള്ള കഴിച്ചിട്ടുണ്ട്. കാളം കഴിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ കാളം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോയിൽ ഇത് വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാളൻ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. പാനിപ്പൂരി ബാക്കി എല്ലാതും കണ്ടിട്ടുണ്ട്. പിന്നെ അവസാനം മസാല പൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടിയിട്ട് ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അങ്ങനെ ഉണ്ടാക്കി തന്നാട്ടോ. അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും വണ്ടിയുടെ അവിടേക്ക് നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ പാനിപ്പൂരി വിൽക്കണത്. അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അവിടെ അന്തിക്കള്ളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് വരുമ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തു വരുന്നുള്ളൂ കേട്ടോ. ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടേക്കൊക്കെ മീൻകാർ വരുന്നത് കേട്ടോ. നമ്മളവിടെ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അതിന് ഇവിടെ നേരത്തെ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു പാലക്കാട്ടിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുക സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.